സാർ ഞാനൊന്ന് അങ്ങ് പറഞ്ഞ അങ്ങ് ധരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, നേരത്തെ ശ്രീ രാജൻ അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. നിയമസഭയുടെ പരമാധികാരി ആരെ എന്ന് ചോദിച്ചാൽ അത് സ്പീക്കറാണ്. കലവറകളില്ലാത്ത അധികാരമാണ് സ്പീക്കർക്ക് സഭയ്ക്കുള്ളിലുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ ഓരോ MLA മാരും സഭയ്ക്കുള്ളിൽ സംസാരിക്കുമ്പോൾ സ്പീക്കറെ സാർ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. എന്നാൽ ഈ അധികാരങ്ങൾക്കപ്പുറം അതിനേക്കാൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കൂടിയുള്ള ഒരു പദവിയാണ് സ്പീക്കറുടേത്. പക്ഷപാതരഹിതമായി ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം ഉറപ്പുവരുത്തേണ്ട ബാധ്യത സ്പീക്കർക്കാണ്. കൃത്യമായി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഒന്നിപ്പിച്ച് സഭയ്ക്കുള്ളിൽ കൊണ്ടുപോകുവാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും സ്പീക്കറുടേതാണ്. ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും സ്പീക്കർക്കുള്ളതാണ്. എന്നാൽ മുൻകാലങ്ങളിൽ ഈ പദവിയിലിരുന്ന പലർക്കും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്ന ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. പലപ്പോഴും കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വവും രാഷ്ട്രീയ അടിമത്വവും അതിലുപരിയായി നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മയുമാണ് പല സ്പീക്കർമാരെയും മുൻകാലങ്ങളിൽ കുഴിയിൽ ചാടിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെല്ലാമുള്ള അപവാദമായി മാറുകയാണ് 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 35 വർഷക്കാലം നിയമസഭയിൽ ഒരംഗമെന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം സഭാ ചട്ടങ്ങളും നിയമങ്ങളുമെല്ലാം കാണാപ്പാഠമാണ്. പലപ്പോഴും ഒരു റെഫറൻസ് പോലും നടത്താതെ സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും മറ്റ് MLA മാരെയും സഭാ ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തിരുവഞ്ചൂർ രോമാഞ്ചം നൽകുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും തൻ്റെ രാഷ്ട്രീയം അതുമൂലം ഒരു പക്ഷപാതിത്വം കാണിക്കാതെ ആദ്യ സമ്മേളനങ്ങളിൽ 16ാം കേരള നിയമസഭയെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വരുതിക്ക് നിർത്തുന്ന സ്പീക്കറെയും ഈ സഭാ സമ്മേളന കാലയളവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവഞ്ചൂരിനെ ചട്ടം പഠിപ്പിക്കാനെത്തിയ പിണറായി വിജയന് കണക്കിന് കിട്ടിയതും ഈ സഭാ സമ്മേളനത്തിൽ തന്നെയാണ്. എന്നാൽ തിരുവഞ്ചൂരിൻ്റെ ഈ പ്രായോഗികതയും നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും പക്ഷപാതരഹിതമായ സമീപനങ്ങളും പ്രതിപക്ഷത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്ന വിരോധാഭാസവും ഈ സഭാ സമ്മേളന കാലയളവിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്പീക്കർക്ക് അദ്ദേഹം ഭരണപക്ഷത്തിൻ്റെ ആളാണ് എന്ന ചാപ്പ ചാർത്തി കൊടുക്കുവാൻ, തങ്ങളെ ട്രോളുവാൻ സ്പീക്കറുടെ നടപടികൾ കാരണമാകുന്നു എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി K. രാജൻ ഇന്ന് സഭയിലൊരു പ്രകടനം നടത്തുകയുണ്ടായി. എന്നാൽ K. രാജനോട് വളരെ ശാന്തമായി തന്നെ എന്നാൽ ദൃഢമായ ഭാഷയിൽ കൃത്യമായ മറുപടി പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് നമുക്കിന്ന് സഭയ്ക്കുള്ളിൽ കാണുവാൻ കഴിഞ്ഞത്. വളരെ ശക്തമായ ഭാഷയിൽ തൻ്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുവാനോ തൻ്റെ ഇൻ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുവാനോ ശ്രമിക്കരുത് എന്നൊരു താക്കീതാണ് K. രാജന് തിരുവഞ്ചൂർ നൽകിയത്. അതുപോലെ തന്നെ ചട്ടങ്ങൾ അനുസരിച്ച് രാജൻ നടത്തേണ്ടത് ഒരു വാക്കൗട്ട് പ്രസംഗം മാത്രമാണെന്നും ആ വാക്കൗട്ട് പ്രസംഗത്തിനിടയിൽ സഭയെ ചെയറിനെ അധിക്ഷേപിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അത് വെച്ചുപൊറിപ്പിക്കില്ല എന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഓർക്കണം, K. രാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു അറിവുകെട്ട സമീപനമല്ല ഇത്. നേരെ മറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്പീക്കറുടെ ആ മിന്നുന്ന പ്രകടനങ്ങളുടെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുവാൻ വേണ്ടി പ്രതിപക്ഷം ആസൂത്രിതമായി നടത്തിയ ഒരു ആരോപണമാണ് രാജൻ്റെ പ്രസംഗത്തിനുള്ളിൽ തിരികെ കയറ്റിയ ആ വാക്കുകൾ. എന്നാൽ ഇതിലെ അപകടം കൃത്യമായി തിരിച്ചറിയുവാനും ഭരണപക്ഷത്തിൻ്റെ സഹായമില്ലാതെ തന്നെ തൻ്റെ കസേരയിലിരുന്നു കൊണ്ട് ഭംഗിയായി ഇതിന് മറുപടി നൽകുവാനും തിരുവഞ്ചൂരിന് സാധിച്ചു. ഈ സഭാ സമ്മേളന കാലയളവിനിടയിൽ പ്രതിപക്ഷം ഇപ്പോൾ പലവട്ടമാണ് തിരുവഞ്ചൂരിന് മുമ്പിൽ മുട്ടുകുത്തിയത്. മുഖ്യമന്ത്രിക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സാധാരണ കാഴ്ചയാണെങ്കിൽ സ്പീക്കർക്ക് മുമ്പിൽ മുട്ടുകുത്തി ഇഴയേണ്ടി വരുന്ന പ്രതിപക്ഷത്തിൻ്റെ ദുര്യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ പദവിക്ക് എത്രമാത്രം മഹനീയത കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണവുമാണ്. കേവലമായ രാഷ്ട്രീയ ആരോപണങ്ങളുടെ ചെളിക്കുഴിയിലേക്ക് സ്പീക്കറെ വലിച്ചിടുവാൻ ശ്രമിച്ചാൽ K. രാജനുണ്ടായ അനുഭവമായിരിക്കും തങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നിരയിലെ ഓരോ നേതാക്കളും ഇന്ന് പേടിയോടെ ഓർക്കുന്നുണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലക്ഷ്യമിട്ട് K. രാജൻ സഭയ്ക്കുള്ളിൽ നടത്തിയ ആരോപണവും ആക്ഷേപവും അതിന് തിരുവഞ്ചൂർ നൽകിയ മറുപടികളും സഭാ സമ്മേളന നടപടികളിലെ ക്ലാസിക് ഏടുകളായി മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. വ്യാപകമായി സമൂഹ മാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന
വളരെ ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷത്തെ മുതിർന്ന അംഗത്തിന് താക്കീത് നൽകുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വാക്കുകളല്ല ഈ ദൃശ്യങ്ങളിലെ മനോഹാരിത. നേരെ മറിച്ച് നിയമസഭയുടെ നടപടിക്രമങ്ങളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും പരിപാലിക്കണമെന്ന് നിർബന്ധബുദ്ധി പുലർത്തുകയും ചെയ്യുന്ന ഒരു സഭാനാഥൻ്റെ വാക്കുകളായിട്ടാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. CPIയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും കൂടിയാണ് കെ രാജൻ. അത്തരമൊരു മുതിർന്ന അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്പീക്കറെ ആരോപണത്തിൻ്റെ നിഴലിൽ നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ താൻ ഒറ്റയ്ക്ക് നേരിടുമെന്ന തിരുവഞ്ചൂരിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ സഭാ നടപടികളുള്ള പരിജ്ഞാനം തന്നെയാണ് വെളിവാക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന, വാർത്താമാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഈ സഭാ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് 1500-ൽ നിന്ന് അതിന്റെ വിഹിതം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സാർ, ആദ്യമായിട്ടല്ല ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറി മറ്റൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 2016 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നടപടിക്രമങ്ങളൊക്കെ അതിന്റെ തുടർച്ചയായ ഗവൺമെന്റ് എന്ന വിധത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. സാർ, 2016 ജനുവരി ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച പല നടപടിക്രമങ്ങളും തുടർന്നു വന്ന സർക്കാരാണ് കൊടുത്തത്. സാർ, 2016 മുതൽ 21 വരെയുള്ള കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചത് 2021 മുതൽ 26 വരെയുള്ള സർക്കാരിന്റെ കാലത്താണ് സാർ കൊടുത്തത്. അതൊക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. 6000 രൂപ കഴിഞ്ഞ സർക്കാർ പോകുന്ന പോക്കിലാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അത് കൊടുക്കാനുള്ള മാനസികാവസ്ഥയും അത് കൊടുക്കാനുള്ള നിലപാടും ഈ ഗവൺമെന്റിനുണ്ടോ എന്ന് പറയുന്നതിന് പകരം അത് പ്രഖ്യാപിച്ചത് പോകുന്ന പോക്കിലാണ് എന്ന് വില കുറഞ്ഞ വിധത്തിൽ പറഞ്ഞ് അവഹേളിക്കുന്ന യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയാണ്. സാർ, ഞങ്ങളിവിടെ സൂചിപ്പിച്ച പ്രശ്നം 1500 രൂപ മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം ജൂൺ മാസം അവസാനമാണ് കൊടുത്തത്. ഇനി കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാർ തന്നില്ലെങ്കിൽ ആ പണവും കൂടി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം അത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. ട്രോളിംഗ് നിരോധനത്തെ പറ്റി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. സാർ, നേരത്തെ ഇത്തരത്തിൽ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസം 200 രൂപ എന്ന വിധത്തിൽ STRF ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ച അനുഭവമുണ്ട്. സാർ, പുനർഗേഹം പദ്ധതി 40 കോടിയായി ബഡ്ജറ്റ് ചുരുക്കുമ്പോ പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചതല്ലാതെ അതിന് പണം കണ്ടിട്ടില്ല എന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നം മുമ്പിലുണ്ട്. ദീർഘമായ ഒരു കാലമായി കൊടുക്കാൻ പറ്റാത്ത തീരദേശ മേഖലയിലെ പട്ടയവും വീടുകളും കൊടുത്ത പുനർഗേഹവും പട്ടയവും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തിയ അനുഭവത്തിൽ നിന്ന് വിഭിന്നമായി പുനർഗേഹത്തിലെ പണം കുറയുന്നു. സാർ, ഞാനൊന്ന് അങ്ങ് ധരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്. ശ്രീ രാജൻ, അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വോക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. ഞാൻ അങ്ങയുടെ അത് ഞാൻ പറയും സാർ, അതെന്റെ അവകാശമാണ്. ഈ സഭയിലെ ഒരു അംഗത്തിന്റെ അവകാശമാണ്. അങ്ങുൾപ്പെടെ നയിക്കുന്ന ഈ സഭയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രീകരിച്ചും പാലിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയാൽ കൊടുക്കും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിലും കേന്ദ്രം ഇതുപോലെ പണം തരാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിലും കേന്ദ്രം പല കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ സമയാസമയത്ത് അത് കൊടുക്കാതെ വന്നാൽ അത് നിർബന്ധമായും കൊടുക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത് കിട്ടിയാൽ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നതും 6000 രൂപ പോകുന്ന പോക്കിലാണ് എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നതും നിലവിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഈ മറുപടിയിൽ അർഹമായ അളവിൽ പ്രതിസന്ധി അർഹമായ അളവിൽ തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മറുപടിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ, ഞാനും എന്റെ കക്ഷിയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക.